സാധാരണ ഒരു കഥയോ അല്ലെങ്കിൽ നോവലോ അത് വായിക്കുമ്പോൾ അതിലെ കഥ എടുത്തു മാറ്റി വെച്ചതിന് ശേഷം മനസ്സിൽ എന്താണോ നമ്മളിൽ അവശേഷിപ്പിക്കുന്നത് അതാണ് സാധാരണയായിട്ട് ഒരു സാംസ്കാരിക തലത്തിൽ ഇടപെടുന്നതെന്ന് സാധാരണ പറയാറുണ്ട് പുസ്തകങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഈ നോവൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൽ അതിലെ കഥ എടുത്ത് മാറ്റി വെച്ചപ്പോൾ ആ ഒരു ചിന്ത വന്നപ്പോഴും ഇങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെയാണ്. അപ്പം അതിൽ വംശീയതയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയങ്ങൾ, അതുപോലെ തന്നെ പാലായനങ്ങളുടെ വിഷയങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഒക്കെ ഈ കഥ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന സാംസ്കാരിക തലത്തിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്, ആ നോവല് പൂർത്തിയാകാതെ നിൽക്കുന്നുള്ളൊരു തോന്നലാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോഴുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് തുടർച്ച ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരും സംസാരിച്ചതുപോലെ മല്ലി എന്ന അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം, ആ കഥാപാത്രം അവസാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ രണ്ടാമത് അതിൻ്റെ അടുത്തൊരു ഭാഗം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ടുള്ള ഒരു കഥാപാത്രത്തിന്. ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പ്രതീക്ഷിക്കുകയാണ് താങ്കളുടെ അടുത്ത പുസ്തകം ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഓസ്ട്രേലിയയിലായിരിക്കും എന്നാണ്. അതിന് കാരണമുണ്ട്, ഞാൻ പറയുന്നില്ല, കാരണം ആ പുസ്തകം എല്ലാവരും വായിക്കണം, അതൊരു ഇതാണ്. അപ്പോൾ അടുത്തൊരു ഭാഗം വരികയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ഏതെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ശക്തമായിട്ടുള്ള കഥാപാത്രത്തെ താങ്കൾ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആഗ്രഹം അറിയാം, അത്രമാത്രം. താങ്ക് യു. രണ്ടാമത്തെ ഭാഗം ഞാൻ സത്യത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല. അറിയാം, അതിൻ്റെ ക്ലൈമാക്സ് വായിച്ചവർക്ക് അറിയാം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ റിയലായിട്ട് നടന്നൊരു സംഭവമാണ്, കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ്. വായിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല എൻ്റെ ട്വിസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതിപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ അതൊരു 1-2 പേജിൽ അത് നിർത്താം, അല്ലെങ്കിൽ ഒരു 10 പേജിൽ നിർത്താം. പക്ഷേ ആ ഒരു 10 പേജിന് വേണ്ടി ഞാൻ ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാണെങ്കിൽ കുറേ റോയൽറ്റിയും കാര്യങ്ങളും കിട്ടും. പക്ഷെ ഞാൻ അത് ഫസ്റ്റിനോട് ചെയ്യുന്ന അനീതിയായിരിക്കും. നമ്മളങ്ങനെ എനിക്കൊന്നും എഴുതാനില്ല അതിനകത്ത്, അതവിടെ കഴിഞ്ഞു കഥ. പിന്നെ അങ്ങനെ ഉള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തില്ല. പിന്നെ എന്തെങ്കിലും വരികയാണെങ്കിൽ മനസ്സിലെന്തെങ്കിലും അങ്ങനെ ഒരു ത്രെഡ് വരികയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ എഴുതാം എന്തെങ്കിലും, അന്ന് ഞാൻ അനൗൺസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഒരു സ്റ്റഫില്ലാതെ ഞാൻ ഒരിക്കലും സെക്കൻഡ് പാർട്ട് എഴുതത്തില്ല. താങ്ക് യു.